നമ്മൾക്കിപ്പോൾ ഈ പ്രദേശത്തെ അറിയാവുന്ന ആളുകൾ ഇവരിൽ പലരും രക്ഷാപ്രവർത്തനത്തിന് ആദ്യം അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എങ്ങനെ വയനാടിനെ നമുക്ക് പുനർനിർമ്മിക്കണം എന്നുള്ളതാണ്. ചൂരൽമല എങ്ങനെ വീണ്ടെടുക്കും, പുഞ്ചിരിമട്ടത്തെ എങ്ങനെ വീണ്ടെടുക്കും എന്നുള്ളതാണ്. ഈ പ്രദേശത്തിന് ബ്ലോക്ക് ഡിവിഷൻ എനിക്ക് പഴയ മെമ്പറാണ് അവിടുത്തെ അല്ലേ, ആ സ്ഥലമെല്ലാം കൃത്യമായിട്ട് അറിയാം. ഇനിയിപ്പോൾ അവിടെ ആൾക്കാർക്ക് അങ്ങോട്ട് പോകാൻ അവർക്ക് വലിയ ഭയമാണ് അല്ലേ. അവർക്കിനി വേണ്ടതൊരു ടൗൺഷിപ്പാണ്. ഇപ്പം നമ്മൾ തന്നെ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു ടൗൺഷിപ്പിൽ 300ഓളം വീടുകൾ അവിടെ നിർമ്മിച്ചു കൊടുക്കത്തക്ക രീതിയിലൊരു സംവിധാനം നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ആവശ്യം? ഇനി അവിടെ പോകാൻ പറ്റില്ലല്ലോ അല്ലേ? പോകാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടുത്തെ ആളുകൾക്ക് ആ പ്രദേശത്തെ അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല. അതിനുവേണ്ടി അവർ എഴുതിച്ചേർന്ന മണ്ണാണത്. അതൊരു ഇങ്ങനെ എന്തെങ്കിലും ഡിസാസ്റ്റർ വരുമ്പോഴേ എല്ലാം ഇട്ടെറിഞ്ഞ് ഓടിപ്പോകുന്ന ആളുകളല്ല. ഇപ്പം നമുക്കറിയാം, ഒരു ചെറിയൊരു പ്രശ്നം ചെറുതല്ല, വളരെ വലിയ പ്രശ്നമാണ്. പക്ഷെ അതൊക്കെ നേരത്തെ നമുക്ക് പുത്തുമലയും കവളപ്പാറയൊക്കെയായിരുന്നു നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത്. ഈ പ്രശ്നം വന്നപ്പോൾ അതൊന്നും അല്ല, അല്ലാത്ത രീതിയിലേക്കാണ് മാറിയത്. എനിക്കിവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളുണ്ട് അല്ലേ ആ ഭാഗത്ത്. ഞാൻ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പുറത്താണ് ഉണ്ടായിരുന്നത്. രാത്രി 1:40 ഒരു സുഹൃത്ത് വിളിച്ചറിയിക്കുന്നത്. ഞങ്ങൾ 2:10 കൂടിയിട്ട് അവിടേക്കുള്ള യാത്ര തുടങ്ങി. നമ്മുടെ താഞ്ഞിലോട് പ്രദേശത്തൊരു മരം വീണ് നമ്മുടെ യാത്ര മുടക്കുകയുണ്ട്. ആ സമയത്താണ് പെട്ടെന്ന് ഞങ്ങളുടെ ബാക്കിലാണ് ഫയർഫോഴ്സ് വരുന്നതും. ഫയർഫോഴ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മരം വെറിച്ച് നീക്കിയിട്ടാണ് പിന്നീട് നമ്മളാണ് അവിടെ എത്തുന്നത്. പക്ഷെ അവിടെ നമ്മൾ കണ്ടത് വളരെ ഭീകരമായ അവസ്ഥയാണ്. നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ചൂരൽമല ടൗണിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ രീതിയിൽ ചളി അടഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ആ സ്ഥലം പഴയതുപോലെ ആക്കുക ബുദ്ധിമുട്ടായിരിക്കും, പ്രയാസമാണ്. ഇനി നമുക്കൊരു പുതിയ സ്ഥലത്തേക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കലാണോ ആവശ്യം? തീർച്ചയായും വീണ്ടും പൊട്ടാം. തീർച്ചയായും നമ്മൾ മുമ്പേ ഇതൊക്കെ പറയുന്നതാണ്. പുത്തുമലയിലെ ഈ പ്രളയമുണ്ടായ സമയത്ത് തന്നെ ഇതൊക്കെ വീണ്ടും വരാനുള്ളൊരു സാധ്യത. കാരണം അത്തരത്തിൽ നമ്മളെ മുമ്പുണ്ടായിരുന്ന നമ്മുടെ പശ്ചിമഘട്ട റിപ്പോർട്ടിൽ വെള്ളരിമല വില്ലേജിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ മുമ്പേ ഉണ്ടായിരുന്നു. നമ്മൾ വീണ്ടും ആവശ്യപ്പെടുന്നത് ഇനിയൊരു ചൂരൽമലയിലെ ഒരു പുനരധിവാസം ബുദ്ധിമുട്ടാണ്. പകരം ഒരു പുതിയ ചൂരൽമല ഉണ്ടാവണം, പുതിയൊരു മുണ്ടക്കായി ഉണ്ടാവണം. ഇതാണ് നമ്മുടെ ആവശ്യം. ഞാൻ വരാം. നിങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നമ്മുടെ പ്രിൻസിപ്പളാണ്. സ്കൂൾ ഏതായിരുന്നു? മൗണ്ട് ടാബോർ ഇംഗ്ലീഷ്. മൗണ്ട് ടാബോർ ഇപ്പോൾ ഒരു ക്യാമ്പായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്യാമ്പിൽ ഇപ്പോൾ എത്ര പേരുണ്ട്? സിവിലിയൻസായിട്ട് 40ഓളം പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ മിലിറ്ററി, പാരാമിലിറ്ററി, ഡോഗ് സ്ക്വാഡ്, പോലീസ് എല്ലാവരുമായി 400-ലധികം ആൾക്കാർ അവിടെയുണ്ട്. അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ. എല്ലാ സംവിധാനത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. പക്ഷേ മൗണ്ട് ടാബോർ ഇംഗ്ലീഷ് സ്കൂൾ എന്ന നിലയിൽ എൻ്റെ ഒരു വേദന, ഞാൻ ഈ സ്കൂളിൽ ഇപ്പോൾ 2 മാസമായിട്ട് ജോയിൻ ചെയ്ത ഒരാളാണ്. അവിടുത്തെ കുട്ടികൾ ആരെങ്കിലും പോയോ? 2 പേർ. ഒരാളുടെ മൃതദേഹം കിട്ടിയ ഒരാൾ ഇപ്പോഴും മിസ്സിംഗ് ആണ്. ഏകദേശം 70ഓളം ഫാമിലികളാണ് നമുക്ക് ആ ഭാഗത്തു നിന്നുള്ളത്. 41ഓളം കുട്ടികൾ ഇപ്പം ചൂരൽമലയിലായിരുന്നു. ചൂരൽമലയിലും മുണ്ടക്കയത്തുമായിട്ടാണ് പോകുന്നത്. 2 കുട്ടികളെ നഷ്ടപ്പെട്ടു. ഒരാൾ ഇപ്പോഴും സ്റ്റിൽ മിസ്സിംഗ് ആണ്. പ്രതീക്ഷ കുറഞ്ഞു വരികയാണ്. നമുക്കറിയാം 41ഓളം വീടുകൾ ഭാഗികമായോ പൂർണ്ണമായോ നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഇവരുടെ തുടർന്നുള്ള വിദ്യാഭ്യാസം ഒരു വലിയൊരു കൺസേൺ ആണ്. അപ്പോൾ ശാന്തമായൊരു രീതിയിൽ നമ്മൾ റീഹാബിലിറ്റേഷനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോഴും മാനസികമായ ഒരു നില വീണ്ടെടുത്ത് എങ്ങനെ ഇവർ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മുന്നോട്ട് വരുന്നുള്ളതൊരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അധ്യാപകരും രക്ഷിതാക്കളും പല സംഘടനാ പ്രവർത്തകരും എല്ലാവരും ഒത്തുചേർന്ന് ഇവർക്ക് അവിടെ സാധ്യമായതെല്ലാം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ എത്ര പേര് കൂടെ ഉണ്ടാവും, എങ്ങനെ ഇവരെ മുന്നോട്ട് നയിക്കും എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നിൽക്കും. സർക്കാരിനോട് ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും നമുക്കിപ്പോൾ ക്യാമ്പിൻ്റെ ഒരു ചുമതലയുള്ള ഒരാളെന്ന നിലയിൽ പറയാനുണ്ടോ? ഇതൊരു CBSE സ്കൂളായതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ അവിടെ ക്യാമ്പിൻ്റെ ചുമതലയായിട്ടുണ്ട്. പക്ഷേ ഈ ശ്രമങ്ങളെല്ലാം നമുക്ക് വിദ്യാഭ്യാസപരമായുള്ള കാര്യങ്ങളിലൂടെ നോക്കിക്കാണും. ഇതൊരു CBSE സ്കൂൾ. എനിക്ക് തോന്നുന്നു CBSE മേഖലയിൽ നിന്ന് ഡയറക്റ്റ്ലി എഫക്റ്റഡായ ഏക സ്കൂൾ നമ്മുടെയാണ്. വിദ്യാർത്ഥികൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് നമുക്കാണ്. അപ്പോൾ വിദ്യാഭ്യാസ മുന്നോട്ട് വയ്ക്കുന്ന പ്ലാനുകളിൽ ഇത്തരം ഈ CBSEക്കും എങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകാൻ